ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് ആവശ്യമായ പരിപ്പ് ഇതേ വെള്ളത്തിലിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വേവിക്കാം കേട്ടോ. ആദ്യം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് ഒരു 4-5 വിസിൽ കേട്ടോ നമുക്കത് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. അത് ചെറിയ ഉള്ളി, ഉരുളൻകിഴങ്ങ്, പിന്നെ വെണ്ടക്കായ, മുരിങ്ങക്കായ, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ സാമ്പാർ വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് അരപ്പ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അരച്ച് ചേർക്കാനുള്ളത് 5-6 വറ്റൽമുളക്, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് കടലപ്പരിപ്പ്, ഒരു 3-4 കഷ്ണം കായം, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, പിന്നെ കുറച്ച് അരിയാണ് കേട്ടോ വേണ്ടത്. സാമ്പാറിന് കൊഴുപ്പും രുചിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അരി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കായം പൊരിച്ചെടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ കായം ഒന്ന് ബ്രൗൺ നിറാവണ വരെ പൊരിച്ചെടുക്കാം കേട്ടോ. അത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി പൊട്ടി ഒരു ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്ക് ഉലുവയും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഉലുവയും മുളകും പിന്നെ 2 തണ്ട് കറിവേപ്പില അതെല്ലാം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അതൊന്ന് ആയി വന്നു കഴിഞ്ഞാൽ അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം കേട്ടോ. തേങ്ങ കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ അത് വാങ്ങി വയ്ക്കാം. ഇനി എന്താ, കുക്കറിൽ പരിപ്പ് വേവിച്ചെടുത്തു കേട്ടോ. ഇനി അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വേവാനായിട്ട് നമുക്ക് ഗ്യാസുമ്മ വയ്ക്കാം കേട്ടോ. അതൊന്ന് കഷ്ണം വെന്ത് വരുമ്പോൾ നമുക്ക് എന്നിട്ട് പുളി കൂട്ടാം. അതിലാവശ്യമായ പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച് കൊണ്ടുവന്നതാണ് അതൊക്കെ. ഇത് നാളികേരം, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അത് കടലപ്പരിപ്പ്, അരി, ഉഴുന്നും പരിപ്പ്, ഉലുവ, കായം എല്ലാം കൂടി പൊടിച്ച് തീർത്താണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം. അരച്ച് കൊണ്ടുവന്നത് എല്ലാം കൂടി ഇനി കഷ്ണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഒഴിക്കാം കേട്ടോ. അതിന് മുമ്പ് പുളി പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ. പുളി ഒരു 10 മിനിറ്റ് നേരം കിടന്ന് തിളച്ച് വേവണം കേട്ടോ. എന്നാലേ അല്ലെങ്കിൽ സ്വാദ് ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഒഴിച്ച് വന്നപ്പോഴേക്കും നമുക്കിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അരപ്പ്. ഇനി നമുക്ക് പുളി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കാം. തേങ്ങ, മല്ലിപ്പൊടി എല്ലാം കൂടി അരച്ചത്. ഇതും ഒരു 5 മിനിറ്റ് നേരം കിടന്ന് തിളയ്ക്കണം കേട്ടോ. നന്നായി തിളയ്ക്കണം. അതൊരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇനി കൂട്ടാൻ വറുത്തിടാം കേട്ടോ. വറുത്തിടാനായിട്ട് ചെറിയ പാനാണ് കേട്ടോ അടുപ്പത്ത് വെച്ചാണ്. അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്തിടുക. എല്ലാതും ഒന്ന് പൊട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അപ്പോഴേക്കും കൂട്ടാൻ അവിടെ വരുന്ന ഒരു 5 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നേരം തിളച്ചാൽ മതി അരപ്പൊഴിച്ച് കഴിഞ്ഞിട്ട്. ഇത് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിക്കാം കേട്ടോ. കടുക് വറുത്തിട്ടത് ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സാമ്പാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് സാമ്പാറൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.